LPG ഗ്യാസ് സിലിണ്ടർ റദ്ദാക്കും, എണ്ണവില വർദ്ധിപ്പിക്കുന്നു, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 2000 രൂപ വിതരണത്തിൽ മാറ്റം. വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൈപ്പ് ലൈൻ സൗകര്യമുള്ള പ്രദേശങ്ങളിലെ വീടുകൾക്ക് പൈപ്പിലൂടെയുള്ള പാചകവാതകം നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ചുള്ള ഉത്തരവും കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ഒരു നടപടി പൈപ്പ് ലൈൻ സൗകര്യമുള്ളവർ PNG കണക്ഷനിലേക്ക് മാറാത്ത പക്ഷം അവരുടെ LPG കണക്ഷൻ റദ്ദാക്കുമെന്നും സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. PNG വിതരണം വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ ഒരു ഉത്തരവ് പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിന് ഹൗസിംഗ് സൊസൈറ്റികൾക്കോ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷനുകൾക്കോ ഇനി തടസ്സം നിൽക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ സർക്കാർ കർശനമായി തന്നെ ഇടപെടും. അതുപോലെ തന്നെ LPG ബുക്കിംഗ് സമയപരിധിയിലും മാറ്റം വരുത്തി എന്നുള്ള രീതിയിൽ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലും പ്രത്യേകമായിട്ടുള്ള വ്യക്തത വരുത്തിക്കൊണ്ട് പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ LPG സിലിണ്ടർ ബുക്കിംഗ് സമയങ്ങളിൽ മാറ്റം വരുത്തി എന്ന രീതിയിലുള്ള ചില വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്തി പത്രക്കുറിപ്പും ഇറക്കിയിട്ടുണ്ട്. പ്രധാനമായും ബുക്കിംഗ് ഇടവേളകളിലാണ് മാറ്റം വരുന്നത്. നഗരപ്രദേശങ്ങളിൽ ഒരു സിലിണ്ടർ ബുക്ക് ചെയ്ത് 25 ദിവസത്തിന് ശേഷം മാത്രമേ അടുത്ത ബുക്കിംഗ് ആരംഭിക്കുകയുള്ളൂ. ഗ്രാമപ്രദേശങ്ങളിൽ ഇത് 45 ദിവസമാണ്. 2 സിലിണ്ടർ കണക്ഷനുള്ളവർക്ക് 35 ദിവസമായും ക്രമീകരിച്ചിട്ടുണ്ട്. വിതരണ സംവിധാനം സുതാര്യമാക്കുകയും കരിഞ്ചന്ത വിൽപ്പന തടയുന്നതിൻ്റെയും ഒക്കെ ഭാഗമായി OTP അടിസ്ഥാനമാക്കിയാണ് LPG സിലിണ്ടർ വിതരണം നടക്കുന്നത്. ഇത് പ്രകാരം രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് വരുന്ന OTP നൽകിയാൽ മാത്രമേ സിലിണ്ടർ കൈപ്പറ്റാൻ സാധിക്കൂ. അതോടൊപ്പം ആധാർ അധിഷ്ഠിത KYCയും നിർബന്ധമാക്കിയിട്ടുണ്ട്. അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം 25-ാം തീയതി അതായത് തിങ്കളാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചു തുടങ്ങും. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കുള്ള ഈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി 1070 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഇതോടെ മെയ് മാസത്തെ തുക ഈ ആഴ്ചയോടുകൂടി അതായത് ഈ ഒരു മെയ് മാസത്തോടു കൂടി തന്നെ കുടിശ്ശികയില്ലാതെ ഗുണഭോക്താക്കൾക്ക് ലഭിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഉറപ്പായിരിക്കുകയാണ്. അടുത്ത ആഴ്ചയോടുകൂടി സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ വിതരണവും ആരംഭിക്കുന്നതാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഒരു മാസത്തെ കുടിശ്ശികയുണ്ട്. അത് 2 മാസത്തെയും കൂടി ചേർക്കുകയാണെങ്കിൽ 2000 രൂപ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുണ്ട്. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ്, കേന്ദ്ര സർക്കാരിൻ്റെ അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രി പ്രാബല്യത്തിൽ വരികയാണ്. ഇത് പ്രകാരം കർഷകർക്ക് ഒരു കർഷക ID ലഭിക്കും. ഈ ഒരു IDയുടെ അടിസ്ഥാനത്തിലായിരിക്കും കർഷകർക്കുള്ള ആനുകൂല്യങ്ങളുടെ വിതരണം. കഴിഞ്ഞ വർഷം ആരംഭിച്ച രജിസ്ട്രേഷനിൽ കുറേ ആളുകൾ പങ്കാളികളായിട്ടുണ്ട്. പിന്നീട് ഈ ഒരു രജിസ്ട്രേഷൻ താൽക്കാലികമായി നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്തവർക്ക് വീണ്ടും ഇപ്പോൾ അവസരം വരികയാണ്. കരമടച്ച രസീതിൻ്റെ പകർപ്പ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, റേഷൻ കാർഡിൻ്റെ പകർപ്പ്, ആധാർ കാർഡിൻ്റെ പകർപ്പ് എന്നിവയാണ് രജിസ്ട്രേഷന് വേണ്ട രേഖകൾ. OTP അധിഷ്ഠിത വെരിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പർ ഉൾപ്പെടുന്ന മൊബൈൽ കൂടി കയ്യിൽ കരുതണം. ആ കർഷക ID ഉള്ളവർക്കാണ് ഭാവിയിൽ കാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള മുൻഗണന ലഭിക്കുക എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. അതിനാൽ എല്ലാ കർഷകരും തന്നെ ഈ ഒരു കർഷക ID എടുക്കാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. PM കിസാൻ്റെ 23ാമത്തെ ഗഡുവിൻ്റെ വിതരണം ഉടൻ ഉണ്ടാകും. അടുത്ത മാസത്തോടു കൂടി ഈ ഒരു തുക അക്കൗണ്ടുകളിൽ ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 2000 രൂപയാണ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക. 4 മാസത്തെ ഇടവേളകളിലായി ഒരു വർഷത്തിൽ 6000 രൂപയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പ്രകാരം സൗജന്യമായി തന്നെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കർഷക ആനുകൂല്യങ്ങൾ തടസ്സപ്പെടാതിരിക്കാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.